വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അധികം ചേരുവകളൊന്നും ഇതിലോട്ട് ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിക്കൻ റെഡിയാക്കാനായിട്ട് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെള്ള ഉള്ളിയാണിത്. അത് ഒരു വലുതെന്നെ എടുത്തപ്പോഴത്തേന് തന്നെ അത്യാവശ്യമുണ്ട്. അപ്പം നിങ്ങൾ സാധാ വലിയ ഉള്ളി എടുക്കുമ്പോൾ ഒരു 3 എണ്ണം വേണ്ടി വരും. 1 കിലോ ചിക്കൻ, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് ചെറുനാരങ്ങ നീര്, പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഒരു തക്കാളി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കനെ വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് റെഡിയായി കിട്ടും. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളകും പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് ഒന്ന് റെഡിയായി കിട്ടും. ഒത്തിരി കണ്ട് വെന്ത് പോവാതെ നോക്കണം. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. ഒത്തിരി കണ്ട് വേവിച്ച് കളയരുത്. ഒത്തിരി കണ്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം ചേർത്ത് വഴറ്റി വരുമ്പോഴത്തേന് ഇത് നല്ല പോലെ പൊടിഞ്ഞു പോവും. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് വെള്ള ഉള്ളിയാണ്. ഒരെണ്ണം തന്നെ എടുത്തപ്പോഴത്തേന് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോടുക്കനെ കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും നേരത്തെ മാറ്റി വെച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തുറന്നിരുന്നിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല പോലെ വറ്റിയിട്ട് വേണം വെന്ത് വരാനായിട്ട്. അപ്പോൾ വെള്ളമെല്ലാം നല്ല പോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം തേങ്ങയുടെ അളവ്. ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പൂരിയിലേക്കൊക്കെ മാച്ചായിട്ടുള്ള നല്ലൊരു ഡ്രൈ ചിക്കൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.